മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഭാഗ്യവശാൽ നോർത്ത് ഇന്ത്യ ദീപാവലി ആഘോഷിക്കുന്ന വേളയിൽ കാശ്മീരിൻ്റെ അങ്ങേയറ്റത്ത് ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ സിയാച്ചനിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെന്ന് യോദ്ധാക്കളുമായിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യമുണ്ടായി. പല പ്രാവശ്യം അത് കണ്ടു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലൂടെ കടന്നുപോയത് ഇക്കഴിഞ്ഞ മെയ് മാസം 26-ാം തീയതിയാണ് ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഏതാണ്ട് 5 മാസം പൂർത്തിയാകുന്ന ദിവസം, 152 ദിവസം പൂർത്തിയാകുന്ന ദിവസത്തിൽ പ്രധാനമന്ത്രി യോദ്ധാക്കളുമായിട്ട് സംസാരിക്കുകയും അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും അവരുടെ പല ആവശ്യങ്ങളും അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദീപാവലി ദിവസം അവരോടൊപ്പം ആഘോഷിക്കാനും ആ സന്തോഷത്തിൽ പങ്കെടുക്കാനും തണുപ്പ് കാലത്ത് -61 ഡിഗ്രി സെന്റിഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ആ പട്ടാളക്കാരോടൊപ്പം ഭാരതത്തിലെ 125 കോടി ജനതയുമുണ്ടെന്ന് അറിയിക്കാനും അവരുറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് ഭാരതീയർ ഉറങ്ങുന്നത് എന്ന് പറയാനും എല്ലാം സാധിച്ചൊരു പ്രധാനമന്ത്രി 150 ദിവസത്തെ പുറകോട്ടുള്ള ഒരു ചരിത്രം എടുത്താൽ നേപ്പാളിലും ഭൂട്ടാനിലും പിന്നെ ജപ്പാനിലും അതുപോലെ അമേരിക്കയിലും എല്ലാം യാത്ര ചെയ്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെയും ചൈനീസ് പ്രസിഡന്റിനെയും എല്ലാം വരുത്തി അവരുമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, UNOയിൽ സംസാരിച്ച് ഉണ്ടാക്കിയ നേട്ടങ്ങൾ ശാന്തമായി ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കാതെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് കാശ്മീരിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ നേരിട്ട് കണ്ട് 7 ആശുപത്രികൾക്ക് 157 കോടി രൂപയും വീട് നല്ല രീതിയിൽ പുതുക്കിപ്പണിയാൻ 650ഓളം കോടി രൂപയും എല്ലാം അവിടെ വെച്ച് അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ഒരു വലിയ ശത്രുവിനെ പോലെയുള്ള ഒമർ അബ്ദുള്ളയുമായിട്ട് നേരിട്ട് സംസാരിക്കാനും എല്ലാം സാധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട പലതും മനസ്സിലൂടെ കടന്നുപോയി. പണ്ട് അടൽ ബിഹാരി വാജ്പേയി കേരളത്തിലേക്ക് വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നായനാര് തനി വർഗീയവാദിയായ അടൽ ബിഹാരി വാജ്പേയിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോയില്ല. അതുപോലെ ജസ്റ്റിസ് സദാശിവത്തെ ഗവർണറായിട്ട് നിയമിച്ചപ്പോൾ 90 വയസ്സായ പ്രതിപക്ഷ നേതാവ്
എനിക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള പാസേ തന്നുള്ളൂ, എനിക്ക് ഡ്രസ്സ് തന്നില്ല, എൻ്റെ വണ്ടിക്ക് പെട്രോൾ ഒഴിച്ചില്ല എന്ന LKG കുട്ടികൾ പറയുന്ന പോലെയുള്ള കംപ്ലൈന്റ് പറഞ്ഞ് മനഃപൂർവ്വം തൻ്റെ പ്രതിഷേധം അറിയിക്കുന്ന ലെവലിലേക്ക് ഉയർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കേരള മുഖ്യമന്ത്രി സ്വീകരിക്കാതിരിക്കാൻ കാരണം കേരള മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ എത്രയോ ഉയർന്ന പദവിയിലായതുകൊണ്ടാണ് എന്ന ധാരണ ആ പാർട്ടിയിലെ പല പ്രവർത്തകരുടെയും ധാർഷ്ട്യ നിബിഡമായിട്ടുള്ള വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. അല്പത്വത്തിൻ്റെ പരമകാഷ്ഠയിൽ നിന്നുകൊണ്ട് തനി ശിശു തുല്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിപരീതമായിട്ട് കാശ്മീരിലെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള കുറേ നേരം പ്രധാനമന്ത്രിയുമായിട്ട് ചെലവഴിച്ചു. വളരെ വ്യക്തമായ രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ 2-3 കാര്യങ്ങൾ അത്ഭുതം തോന്നുന്നു. അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, അവർക്ക് നേരിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നിരിക്കുന്ന എല്ലാ വിവരണങ്ങളും വെരിഫൈ ചെയ്തിട്ട് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടാവും, ഓരോ കാര്യത്തിലും നടപടികൾ അല്പം പോലും വൈകാതെ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ മിനിഞ്ഞാന്ന് വരെ എത്തിയിരുന്നത് കേരളത്തിലെ ചാനലുകൾ പ്രധാനമന്ത്രിയുടെ എല്ലാം തമസ്കരിക്കുകയാണ് പതിവ്. അഥവാ ഇനി വല്ല നല്ലതും പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ 4 ചീത്തയും കൂടി പറഞ്ഞിട്ടേ ദേശീയ ചാനലുകളെല്ലാം പ്രതികരിക്കാറുള്ളൂ. എന്നാലും ഇന്നലെ അത്ഭുതം തോന്നിയത് കേരളത്തിലെ ദേശീയ ചാനലുകളിലെല്ലാം കേരളത്തിൽ നടക്കുന്ന മൂക്കറ്റമുള്ള അഴിമതിയെക്കുറിച്ച് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണി പറയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ മലയാളം ചാനലുകളിലെ കണ്ടത്. ഇത്രയും മന്ത്രിമാർ ഇവിടെ ഉണ്ടാവേണ്ട ഒരാവശ്യവും ഇല്ലെന്ന് തോന്നി. 185 രൂപ MRP ഉള്ള സീഫൽ ലാമ്പിന് 285 രൂപ കൊടുത്തിട്ടാണ് പഞ്ചായത്തുകള് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി വാങ്ങിക്കുന്നത് തുടങ്ങിയ അഴിമതിയുടെ കൂത്തരങ്ങ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഈ മന്ത്രിമാരെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നാട് എത്രയോ നന്നായി പോകുമായിരുന്നു. ഏതായാലും അതല്ല വിഷയം. ആ പ്രധാനമന്ത്രി അതെല്ലാം പറഞ്ഞ് നമ്മൾ മിനിഞ്ഞാന്ന് വരെ കണ്ടത് ടൈംസ് നൗവിൻ്റെ ചാനല്, ഹെഡ്ലൈൻസ് ടുഡേയുടെ ചാനല്, CNN IBNന്റെ ചാനല്, അങ്ങനെ NDTV 24x7 ചാനല് എല്ലാമായിരുന്നു മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെ നേരിട്ട് കണ്ടത്. ഇന്നലെ അതായിരുന്നില്ല കണ്ടത്. ശ്രദ്ധിച്ചവർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇന്നലെ കണ്ടത് ദൂരദർശന്റെ ചാനലിലൂടെ ലഭിച്ചത് ഈ ചാനലുകൾ റീടെലികാസ്റ്റ് ചെയ്യായിരുന്നു. DDയിലൂടെ ലഭിച്ചത് NDTVയും CNN IBNും അതുപോലെ തന്നെ ടൈംസ് നൗവും ഹെഡ്ലൈൻസ് ടുഡേയും റീടെലികാസ്റ്റ് ചെയ്യായിരുന്നു. അതായത് 3 ദിവസം മുമ്പുള്ള മാതൃഭൂമി പത്രത്തില് വളരെ വ്യക്തമായിട്ട് ഒരു ആർട്ടിക്കിൾ കണ്ടു, ന്യൂസ് പ്ലസ് ആർട്ടിക്കിള്. ദൂരദർശനും ആൾ ഇന്ത്യ റേഡിയോയ്ക്കും അസാധാരണമാം വിധത്തില് വളരാനുള്ള അവസരം കൊടുക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അവർക്ക് ഒരു ഓഫീസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അത് വാർത്തയായിട്ട് വന്നിട്ട് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് സിയാച്ചനിലെ എല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം DD ദൂരദർശന് കൊടുത്തു. അത് മറ്റ് ചാനലുകാരെ റീടെലികാസ്റ്റ് ചെയ്യുകയോ സ്വീകരിച്ച് ജനങ്ങളിൽ എത്തിക്കുകയോ ചെയ്തു. എനിക്ക് അത്ഭുതം തോന്നിയത് പറഞ്ഞത് ചെയ്യുക, ചെയ്തത് പറയുക, ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ആരോ പറയുന്നത് കേട്ടു, ചൈനീസ് പ്രസിഡന്റുമായിട്ട് സല്ലപിച്ചുകൊണ്ട് നടക്കുകയാണ് ഭാരതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ന് ആരോ അല്ല രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടു.
അതുപോലെ ജപ്പാനിൽ ചെണ്ട കൂട്ടി നടക്കുകയാണ് ഭാരതത്തിൽ പ്രശ്നം വരുമ്പോൾ അതേ മനുഷ്യൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പറയുമ്പോഴും അതുപോലെ ശിവസേനയുടെ നേതാവ് പറഞ്ഞു മോഡിയുടെ അപ്പൂപ്പം വിചാരിച്ചാലും മഹാരാഷ്ട്രയിൽ അവർക്ക് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പരിപാടികളും കോൺഗ്രസ് ആണ് ആരംഭിച്ചത് എന്ന് ഇറ്റലിക്കാരി അമ്മച്ചിയും പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും ഒരു വരിയുണ്ട്, അടുത്ത 5 വർഷം കൊണ്ട് ചെയ്യാനുള്ളതിൽ ഓരോ ദിവസവും 5 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ വ്യക്തിയെ, പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നവരുണ്ടാവും, ബഹുമാനിക്കാത്തവരുണ്ടാവും. പക്ഷെ അത്രയും വലിയ പട്ടാളക്കാരോട് 5 പ്രാവശ്യം ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പറഞ്ഞു. നമ്മുടെ ആര്യാവർത്തം എന്ന വാക്കുപയോഗിച്ച് ഭാരതത്തെ അഭിസംബോധന ചെയ്തു. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ മാതൃഭൂമി എന്ന് ഇന്ന് വരെ പറഞ്ഞാൽ വർഗീയമാണ് എന്ന് കരുതിയിരുന്ന ധാരാളം പത്രങ്ങളും മാധ്യമങ്ങളും ഉള്ളപ്പോഴും അവരെ കൊണ്ട് അതെല്ലാം പറയിപ്പിച്ചു. എന്നിട്ട് ആ പട്ടാളക്കാര് അനുഭവിക്കുന്ന എല്ലാം ദൂരദർശനിലൂടെ നമുക്ക് ലഭിച്ചത് ഹസ്രത്ത് അലി ഖാൻ എന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ വിവരിക്കുന്നതിലൂടെയാണ്. സ്വാഭാവികമായിട്ടാണോ അസ്വാഭാവികമായിട്ടാണോ അങ്ങനെ ഒരു വ്യക്തി വിവരിച്ചതെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം സിയാച്ചനിലെ ആ പർവ്വതങ്ങളിലേക്ക് കയറുന്ന രീതിയും ഓരോ പട്ടാളക്കാരനും 20 കിലോഗ്രാം വീതമുള്ള അമ്യൂഷൻസ്, വെടിക്കോപ്പുകളും കൊണ്ട് ഇത്രയും ഉയരത്തിൽ കയറി 30 ദിവസം അവിടെ ജീവനോടെ നിന്ന് തിരിച്ചു വരുന്ന ആ വിവരണവും മുഴുവനും നൽകിയത് ഒരു ഉജ്ജ്വല ഇന്ത്യൻ പട്ടാളക്കാരന്റെ ഭാഷയിലാണ്. അഭിമാനം തോന്നി. ആ പേരിനകത്ത് തന്നെ കുറെ പേർക്ക്, എനിക്കുൾപ്പെടെ അവിശ്വാസ്യതയുള്ള പേരാണത്. എങ്കിലും അതൊന്നും അല്ല പട്ടാളക്കാരെ ഒരുമിച്ച് നിർത്തുന്നത് എന്ന് മനസ്സിലാക്കി. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള ആ നെറ്റ്, വേലിക്കെട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ദീപാവലിയുടെ മത്താപ്പൂവും മേശപ്പൂവും കത്തിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഏതായാലും വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. അമേരിക്കയിലെ മാഡിസൺ സ്ക്വയറിലായാലും ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലായാലും അഫ്ഗാനിസ്ഥാന് സഹായം നൽകുന്നതിലായാലും കാശ്മീർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായാലും വിശാഖപട്ടണത്തിലെ ആ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കുന്നതിലായാലും കേരളത്തിലെ 30 മീറ്റർ അല്ല ഹൈവേ 45 മീറ്റർ ആണെങ്കിലേ സഹായിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്നതിലും ചൈനക്കാരുടെ ഭീഷണി ഒന്നും വകവയ്ക്കാതെ 22,000 കോടി രൂപ ചെലവഴിച്ച് ബോർഡറിൽ മുഴുവനും റെയിൽവേ ലൈനും റോഡും ഇടുന്നതിലും മലേഷ്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഫോണിലൂടെ അഗാധ ബന്ധമുണ്ടാക്കാൻ മിനിഞ്ഞാന്ന് സംസാരിച്ചതിലൂടെയും ഇന്ത്യക്ക് യുറേനിയം എത്ര വേണമെങ്കിലും തരാമെന്ന് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിലായാലും ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാൻ ഒരു മനുഷ്യൻ ഉണ്ട് എന്നറിഞ്ഞതിൽ ഉണ്ടായ സന്തോഷത്തെക്കാൾ ഉപരി ആ സ്ഥാനത്ത് അമ്മയുടെ സാരിത്തുമ്പും പിടിച്ചുകൊണ്ട് മന്ദബുദ്ധിയായ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന ആ ചോദ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഉത്തരത്തിൽ നിന്ന് ലഭിച്ച ആശ്വാസവും ഇന്നലെ ആ ചാനൽ കണ്ടപ്പോൾ തോന്നി. എത്രയോ പേർക്ക് എതിർപ്പുണ്ടാവുമായിരിക്കാം. യഥാർത്ഥത്തിൽ 25 വോട്ടർമാര് പോലും ഇല്ലാത്ത കേരളത്തിലെ NCP എന്നൊരു പാർട്ടി മിനിഞ്ഞാന്ന് പറയുകയുണ്ടായി, മതേതരത്വ മുഖം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ NCP എന്ന്. അതിന് മുഖം ഉണ്ടായിട്ട് വേണ്ടേ ആ മുഖം കാത്തു സൂക്ഷിക്കാൻ?
ഉപജീവനത്തിന് വേണ്ടി കുറെ മെമ്പർഷിപ്പും കൊണ്ട് ഡൊണേഷനും കഴിച്ച് ജീവിക്കുന്ന കുറെ എണ്ണങ്ങളുള്ള NCPയെ പോലെയുള്ള അശു പാർട്ടികൾ ഒരു വശത്ത്, അപ്പുറത്തെ ഇടതുപക്ഷത്തിന്റെ തീവ്ര നേതാവ് പറയുകയുണ്ടായി, കേവലം 31% വോട്ട് മാത്രം ലഭിച്ച ഒരു പാർട്ടി ഇനി ഒരു പാർട്ടി സംവിധാനത്തിലൂടെ ഭരിക്കാമെന്ന് ധരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന്. ശരിക്കും ലെനിനെയും സ്റ്റാലിനെയും മാർക്സിനെയും ഏംഗൽസിന്റെയും എല്ലാം പ്രതിമകള് ക്രെയിൻ ഉപയോഗിച്ച് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടതുപോലെ ഇവരുടെ എല്ലാം പ്രതിമകൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. ഇത്രയുമെല്ലാം പരാജയവും ഇത്രയുമെല്ലാം തിരസ്കരണവും ഏറ്റുവാങ്ങിയിട്ടും ഞങ്ങളെല്ലാം എന്തെല്ലാമോ ആണ് എന്ന ധാർഷ്ട്യത്തോടുകൂടി നടക്കാം. അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, സന്തോഷമുണ്ട്. അതൊന്ന് ഡോക്ടർ തോമസ് ഐസക്. ഇന്നലെ അദ്ദേഹം പറയുകയുണ്ടായി, ഇനി കേരളത്തെ ശുചീകരിക്കുന്ന പ്രവർത്തനം ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്. ഡോക്ടർ തോമസ് ഐസക് എന്ന മനുഷ്യന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കണം എന്നാ ഞാൻ പറയാം. അതുപോലെ ആവശ്യമില്ലാത്തത് ഒന്നും സംസാരിക്കാത്ത ആരാധ്യനായ എം എ ബേബി തത്തുല്യ പ്രാധാന്യത്തോടുകൂടി കാണാൻ സാധിച്ച ഒരാളാണെന്ന് തോന്നുന്നു ശ്രീ ഉമ്മൻചാണ്ടി. മറ്റുള്ളവർ പലരും ബഹുമാനിതരും ആരാധ്യരുമാണെന്നൊക്കെ ധരിച്ചിരുന്നത് ഈ ഇറ്റലിക്കാരിയുടെയും ഇറ്റലിക്കാരിയുടെ മന്ദബുദ്ധിയായ മകന്റെയുമെല്ലാം മുമ്പിൽ പഞ്ചപുച്ഛം അടക്കിയിട്ട് മോദി തരംഗമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ മനുഷ്യരൊന്ന് തിരുത്തി പറയണ്ടേ? അബദ്ധം പറ്റിയതാണെന്ന്. അതല്ലേ മനുഷ്യത്വം. എല്ലാവർക്കും അബദ്ധം പറ്റും. അപ്പൊ ഒന്ന്, ഈ നാട് ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും ഈ നാട് നിലനിൽക്കും. ഭരണകർത്താക്കൾ വരികയും പോവുകയും ചെയ്യും. പക്ഷേ യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഭഗവത്ഗീതയിലെ വരിയാണ്. ശ്രേഷ്ഠന്മാർ എന്ത് പ്രമാണമാണോ ചെയ്യുന്നത്, അവരെന്ത് കാര്യമാണോ മാതൃകയായിട്ട് ചെയ്യുന്നത്, മറ്റ് ജനങ്ങള് അത് മാതൃകയായിട്ട് സ്വീകരിക്കും. അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രമാണം ജനത രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും. അതാണ് സൽമാൻ ഖാൻ ബോംബെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത്, അമിതാഭ് ബച്ചൻ ബോംബെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത്. കുറെ അധികം വ്യക്തികൾ, ഇടതുപക്ഷക്കാർ അങ്ങനെ ആവാൻ സാധ്യതയില്ല, തന്നെത്താനെ തീരുമാനിച്ചത്. അത് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞിട്ടേ ക്ലീൻ ചെയ്യുള്ളൂ എന്നൊന്നും അങ്ങനെയൊന്നും ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട. തന്നെത്താനെ തീരുമാനിച്ചാലും അത് ചെയ്യാനുള്ള മനസ്സുണ്ടായി. അതാണ് ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ. എന്തായാലും ഏത് തീരുമാനമെടുക്കുമ്പോഴും ചങ്കൂറ്റത്തോടുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളുമായ മന്ത്രിമാരെടുക്കുന്നു. ഞാൻ വിചാരിച്ചത് HRD മിനിസ്റ്റർ എത്രയോ 1000 സാരി അവരുടെ നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്തപ്പോ അതൊരു കൊടുങ്കാറ്റായിട്ട് വരുമെന്നാ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സാരി വിതരണം ചെയ്തതിനോട് 100% എതിർപ്പാണ് എനിക്കുള്ളത്. അതെന്റെ വീക്ഷണം. പക്ഷെ അതുപോലും എതിർക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല. എന്താ കാരണം? എതിർത്തിട്ട് പ്രയോജനമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്. തീരുമാനത്തെ ധന്യമായിട്ടെടുക്കും. ജസ്റ്റിസ് സദാശിവം ഇവിടുത്തെ ഗവർണർ ആയപ്പോൾ കുറെ പേര് എതിർത്തു എങ്കിലും കോൺഗ്രസുകാരെ സ്വീകരിക്കാൻ പോയി. ആ മനുഷ്യൻ ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു. ശബരിമലയിൽ ചെന്ന് പറഞ്ഞു സ്വച്ഛ ഭാരതം തുടങ്ങേണ്ടത് ഇവിടെയാണെന്ന്. അവിടെ ദൈവിക സാന്നിധ്യത്തിന്റെ പരമകാഷ്ഠയിലാണെന്ന് അല്ല പറഞ്ഞത്. ഇതാണ് ഭാരതത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമെന്നും പറഞ്ഞില്ല. വൃത്തിയാക്കൽ തുടങ്ങേണ്ടത് ശബരിമലയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ കാണാൻ യോഗ്യതയുള്ളൊരു മനുഷ്യൻ. അങ്ങനെ ചില തീരുമാനം എല്ലാ ഗവർണർമാരെയും കൊണ്ട് രാജിവെപ്പിച്ചപ്പോ ഭാരതം ഒന്ന് കത്തുന്നു എന്നൊരു തോന്നല്, ഒരു ചുക്കും ചുണ്ടാമ്പും ഉണ്ടായില്ല. ഷീലാ ദീക്ഷിത് പോയപ്പോഴാണ് അറിഞ്ഞത് വിദേശത്ത് നിന്നാണ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം ബോട്ടിലിൽ വരുന്നത്. ജസ്റ്റിസ് സദാശിവം വീട്ടിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. അതുകൂടി ഒന്ന് നോക്കണം. ഏതെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നന്മ നിറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനുമുള്ള ഒരു മനസ്സ്
നിങ്ങൾക്കില്ലെങ്കിൽ കണ്ണൂരിൽ ചെന്ന് കണ്ടതുപോലെ പാർട്ടി ഗ്രാമത്തിനകത്ത് കണ്ടത് ആ പാർട്ടിയോട് അവിശ്വാസ്യതയുള്ള, വിശ്വാസ്യതയില്ലാത്ത 10,000-കണക്കിന് പ്രവർത്തകരെയാണ്. എന്താ കാരണം? 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിലനിർത്തേണ്ടതിനെ പ്രകൃതി നിലനിർത്തും. അത് നേതാക്കളെ നോക്കിയിട്ടല്ല പ്രകൃതി നിലനിർത്തുക, ധർമ്മബോധം നോക്കിയിട്ടാണ്. വലിയവരാരായാലും ഭീഷ്മരുണ്ടായിരുന്നു, ദ്രോണരുണ്ടായിരുന്നു, കർണരുണ്ടായിരുന്നു. എത്ര പേര്? 11 അക്ഷൗഹിണി പടയുണ്ടായിരുന്നു കൗരവരുടെ കൂട്ടത്തില്. ഇപ്പുറത്ത് കൃഷ്ണൻ മാത്രം, ശ്രേഷ്ഠരായ ആരും ഉണ്ടായിരുന്നില്ല. 7 അക്ഷൗഹിണിയേ ഉണ്ടായിരുന്നുള്ളൂ പാണ്ഡവരുടെ കൂട്ടത്തില്. മറ്റേത് 11. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല ഇന്ത്യയില്, സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്. സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് അത് ഈ രാഷ്ട്രത്തിൽ സംഭവിക്കും. എതിർപ്പുള്ളവർക്ക് എതിർക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത്, ഉത്തരം കൊടുക്കേണ്ടതിന് ഉത്തരം കൊടുത്ത്, വിദ്യാർത്ഥികളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന്, പട്ടാളക്കാരുടെ ലെവലിലേക്ക് ഉയർന്ന്, മംഗൾയാൻ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ തോളത്ത് കൈയിട്ട് ഈ രാഷ്ട്രത്തിന്റെ കർഷകരുടെ മുമ്പിൽ താൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി, ആരുടെയും മുമ്പിൽ അഭിമാനത്തോടു കൂടി ഭാരത് മാതാ കി ജയ് വിളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രധാനമന്ത്രി സ്വതന്ത്ര ഭാരതത്തില് ആദ്യമായിട്ടുണ്ടാവുന്നു. ആ പ്രധാനമന്ത്രി ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനാണെങ്കിലും, ഏത് മതത്തിലുള്ളവനാണെങ്കിലും, ഏത് വിഭാഗം ചിന്തകളിലുള്ളവനാണെങ്കിലും, ആസാമിലെ കുറെ മുസ്ലിങ്ങളെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവർ പറഞ്ഞു, വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് റിലീജിയൻ, വി ആർ ബോതേർഡ് അബൌട്ട് ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, വി വിൽ ബി വിത്ത് ഹിം. ആ ഹിം ആരാണെന്നറിയാം. ഭാരതം മാറുന്നു, മാറട്ടെ. ഒത്തിരി കാലത്തെ പ്രാർത്ഥന, ഒത്തിരി ജനങ്ങളുടെ അഭിമാനത്തോടുകൂടി ഭാരതത്തിന്റെ മകനാണ്, മകളാണെന്ന് പറയാൻ സാധിക്കുന്ന, ആ അഭിമാനം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാഴ്ച ദീപാവലി ദിവസം കാണാൻ സാധിച്ചു. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. ധന്യമായ ഈ ജന്മം അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ജീവിക്കാൻ, ചെലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ കുടുംബത്തിനും നമുക്കും വേണ്ടി ജീവിക്കാൻ ഈ ഭാരതമാതാവും ജഗദീശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.